ഈ രാജ്യത്തെ ജനങ്ങൾ പാചകവാതകം കിട്ടാതെ നെട്ടോട്ടമോടുന്ന സന്ദർഭത്തിൽ ഈ നാടിനെ നയിക്കുന്ന വ്യക്തി എന്ത് ചെയ്യുകയായിരുന്നു? മുമ്പ് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, നീറോ ചക്രവർത്തി നാട് കത്തുമ്പോൾ വീണ വായിക്കുകയായിരുന്നു എന്ന്. അതുപോലെ റോഡ് ഷോയിലായിരിക്കുകയാണ് നമ്മുടെ വിശ്വ കുരുജി. നോക്കിയേ. हेलो गाइस, आप लोग देख सकते हैं ये गैस के लिए कितनी लंबी लाइन लगी हुई है। अपने बैरकपुर गैस एजेंसी की हालत ये है, देख लीजिए इतना लंबा लाइन लगा हुआ है गैस का कि लोग मतलब परेशान हैं गैस के लिए कि कहीं गैस ऐसा ना हो खत्म हो जाए, गैस बंद हो जाए। बाहर देशों में लड़ाइयाँ चल रही है, इसीलिए और भी ज्यादा लोग परेशान हैं कि हम लोग लेके फटाफट बाटला रख लें, लेकिन गैस ऐसा कुछ भी नहीं है। गैस नहीं खत्म होगा, मिलेगा गैस। और लोग काफी ज्यादा परेशान है गैस के लिए। रात भर आके यहीं पे सोते हैं, फिर सुबह गैस आती है, फिर गाड़ी बट के खत्म हो जाती है और कुछ लोग नहीं पाते हैं, इसीलिए और भी ज्यादा परेशान है। और यहाँ पे प्रशासन द्वारा गैस भी बंटवाया जा रहा है कि लोग ज्यादा मतलब परेशान ना हो, लड़ाई झगड़ा ना करे। देखिए कितने मतलब आराम से मिल जा रहा है यहाँ पे गैस लाइन लगा के सभी लोगों को। എന്തൊരു കരുതലാണ്. വരും ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ അവസ്ഥ ഗ്യാസ് കിട്ടാതെ പരിതാപകരമാവാൻ പോവുകയാണ്. ആ അവസ്ഥയിലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയമുണ്ടോ? ക്യാമറകൾക്ക് മുന്നിലൂടെ ഷോ കാട്ടാനല്ലാതെ അടിയന്തര പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. മറ്റിടങ്ങളിൽ നിന്ന് പാചകവാതകം എത്തിക്കണമെന്നുണ്ടെങ്കിൽ സായിപ്പിൻ്റെ അനുമതി വേണം. സായിപ്പിൻ്റെ അനുമതി കിട്ടാത്തതിനാൽ അതും ചെയ്യാൻ പറ്റില്ല. എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? കാണാത്ത ഭാവത്തിന് നടക്കാം. യുപിയിൽ നിന്നുള്ള ദൃശ്യമാണ്. സംഘികളുടെ സ്വർഗഭൂമിയാണ്. ഇവിടെ ഇരുന്നിട്ട് തള്ളി മറിക്കുകയാണ്. പക്ഷേ വീടുകളിൽ ആഹാരം പാചകം ചെയ്യാൻ ഒരു സിലിണ്ടറിന് വേണ്ടി അവർ നെട്ടോട്ടം ഓടുമ്പോൾ ഈ നാട്ടിൽ ഉജ്ജൽ യോജന, മറ്റേ യോജന, മറിച്ച യോജന എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവനെ പറ്റിച്ച് അവൻ ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടും ആ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി അടിയന്തര ഇടപെടൽ നടത്താതെ കറങ്ങി നടക്കുകയാണ്. ആർക്ക് മാത്രമേ കഴിയുള്ളൂ? അതാണ് സംഘികളുടെ വിശ്വഗുരു. വിശ്വഗുരു ഭരിക്കുന്നിടത്തെല്ലാം ഭയങ്കര അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്നാണ് സംഘികളുടെ പ്രചരണം. കണ്ടില്ലേ, ഇമാതിരിയാണ് അവസ്ഥ. തള്ളൽ സായിപ്പിനെ വിളിച്ചിട്ട് എൻ്റെ രാജ്യത്ത് ഇതാണ് അവസ്ഥ, എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞാൽ വല്ല കിട്ടുമെങ്കിൽ അങ്ങോട്ട് തരാം എന്നുള്ള മനോഭാവം ഒന്നും ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. ഈ രീതിയിലേക്ക് അതപ്പതിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ നയതന്ത്ര ബന്ധം എന്നൊക്കെയാണ് തള്ളി മറിക്കുന്നത്. ഇനി യാത്ര ചെയ്യാൻ രാജ്യങ്ങളുമില്ല. പലയിടങ്ങളിലും സുഖവാസത്തിന് പോയി തിരിച്ചു വരുന്നതിനപ്പുറം രാജ്യത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് നോക്കിയേ. ഈ രീതിയിൽ വരും ദിവസങ്ങളിൽ കേരളത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതുവരെ സംഘികൾ വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ടേയിരിക്കും. കാര്യം സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം ഈ സാധാരണക്കാരുടെ ദുരനുഭവങ്ങൾ അവരുടെ പ്രശ്നമല്ലല്ലോ. അവർ അനുഭവിക്കുകയോ അവരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നശിക്കേണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അതുപോലെയാണ് വരും ദിവസങ്ങളിൽ ഹോട്ടലുകൾ അടച്ചു പൂട്ടാൻ പോവുകയാണ്. ഇനി ഹോട്ടലുകളിലേക്ക് ഗ്യാസ് വിതരണമില്ല. അപ്പോൾ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന മനുഷ്യർ എങ്ങനെ ഭക്ഷണം കഴിക്കും? അതൊന്നും ചോദിക്കരുത്. യാത്ര പോകുന്ന മനുഷ്യർക്ക് അവൻ്റെ വീട്ടിൽ പാചകവാതക സിലിണ്ടർ ഉണ്ടെങ്കിലല്ലേ വേവിക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ അവസ്ഥയിൽ രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്ത് ഈ ദൃശ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന ജനങ്ങളെ യജമാനനായി കാണുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. ക്യാമറകൾക്ക് മുന്നിൽ പ്രകടനം നടത്തുന്നവർക്ക് വാക്കിലൂടെ പറയുന്ന വികാരങ്ങൾ ഒരിക്കലും സ്വഭാവത്തിൽ പ്രകടമാകില്ല. റിയൽ കാഴ്ചയാണ്. ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആശങ്ക വരിക. അതുവരെ ഫോട്ടോഷൂട്ടുകൾക്കും തള്ളലുകൾക്കുമാണല്ലോ പ്രാധാന്യം. അതിനെ സംബന്ധിച്ച് BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അടുത്തൊരു ചോദ്യം ചോദിച്ചപ്പോഴുള്ള മറുപടി കൂടി നിങ്ങൾ കേട്ടോളൂ. കേരളത്തിലെ ഗ്യാസ് വളരെ ലഭ്യത കുറഞ്ഞു വരികയാണ്. ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയായിട്ട് എന്തെങ്കിലും ചർച്ച നടത്തുക, എന്തൊക്കെയാണ്? അല്ല, ഞാനങ്ങനെ ഗ്യാസ് ഒരു പ്രധാന ഘടകമല്ലേ? അല്ല, ഗ്യാസ് ഇത്രയേ ഉള്ളൂ സംഘികളുടെ ഉത്തരവാദിത്തം. അവർക്ക് ആ വിഷയമൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ, വെച്ച് അനത്തുക എന്നുള്ളതല്ലാതെ വലിയ നയതന്ത്ര ബന്ധവും വിശ്വഗുരു എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ആദരവോടുകൂടി എണീറ്റ് നിന്ന് ആദരിക്കുന്ന വ്യക്തിയാണ്. ഈ നാട്ടിൽ പാചകവാതക ഷോർട്ടേജ് വന്നപ്പോൾ ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെയൊക്കെ നാട്ടിലെ കുറെ മനുഷ്യരുടെ അവസ്ഥയാണ്. മതം പറഞ്ഞ് ഭിന്നിപ്പിച്ച് അതിൻ്റെ പേരിൽ അധികാരത്തിൽ ഇരിക്കുന്നവരെ പൊലിപ്പിച്ച് എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും? കഴിവുകേടുകൾ തുറന്നു കാട്ടപ്പെടുകയാണ്. എന്നിട്ടും കയ്യടി മാത്രം. വല്ലാത്ത അടിമത്വം തന്നെ.